കെ ബാബുവിനെതിരായ വിജിലൻസ് നടപടിയിൽ കെ.പി.സി.സി പ്രസിഡന്റ് വി.എം. സുധീരൻ മൗനം തുടരുന്നു. വിജിലൻസ് നടപടിയുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് സുധീരൻ മറുപടി പറഞ്ഞില്ല. CPM-ന്റെ ജൈവ കാർഷിക മേള കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നു. തത്സമയം സംസ്ഥാനത്ത് കാർഷിക വൃത്തി പ്രധാനപ്പെട്ടതാണെങ്കിലും സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റത്തക്ക രീതിയിലേക്ക് കാർഷിക രംഗം ഉയർന്നിരുന്നില്ല എന്നതാണ് വസ്തുത. ചില കാര്യങ്ങളിൽ നമുക്ക് പ്രയാസമുണ്ടാകും. എന്നാൽ ചില കാര്യങ്ങൾ നാം മനസ്സ് വെച്ചാൽ നേടാവുന്നതേയുള്ളൂ. നമുക്ക് സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ കഴിയുന്നതേയുള്ളൂ. അതിലൊന്നാണ് പച്ചക്കറി. നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന അവസ്ഥ പച്ചക്കറി ഏറെക്കുറെ പൂർണ്ണമായും മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന അവസ്ഥയാണ്. അതോടൊപ്പം ലഭിക്കുന്ന പച്ചക്കറി നല്ലതുപോലെ വിഷാംശമുള്ളതാണ് എന്നത് നമുക്കൊരു ദുരന്തമായി. നല്ലതായി പൊതുവെ കണക്കാക്കുന്ന പലതും കഴിച്ചാൽ മാരകമായ അതിമാരകമായ രോഗം തന്നെ പിടികൊടും തന്നെ അവസ്ഥയുണ്ട്. അത്രമാത്രം വിഷം നമ്മുടെ ശരീരത്തിനകത്തേക്ക് ചെല്ലുന്ന നിലയാണ് ചിലത് കഴിക്കുന്നതിലൂടെ വന്നു ചേരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് പൊതുജനങ്ങളോട് ഏറ്റവും വലിയ ഉത്തരവാദിത്വമുള്ള ഒരു പാർട്ടി എന്ന നിലക്ക് CPIM നേരത്തെ ഒരു പരിപാടി ആവിഷ്കരിച്ചിരുന്നു. നമ്മുടെ നാട്ടിൽ കഴിയാവുന്നത്ര ജൈവ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുക, എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക. അങ്ങനെ വന്നപ്പോൾ ചില്ലറ പരിഹാസമൊക്കെ ആ ഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ പരിഹസിച്ചതിനേക്കാളെല്ലാം എത്രയോ മടങ്ങ് ആളുകൾ ആ പരിപാടി സ്വാഗതം ചെയ്യുകയാണുണ്ടായത്. കക്ഷി വ്യത്യാസമൊന്നും ഉണ്ടായില്ല. എല്ലാവരും ആ പരിപാടിയെ സ്വാഗതം ചെയ്തു. പലയിടങ്ങളിലും ഈ പരിപാടി നല്ല രീതിയിൽ തന്നെ നടപ്പാക്കി. അതിന് നല്ല മികവോടെ തന്നെ എറണാകുളം ജില്ലയിൽ ഈ പരിപാടി നടപ്പാക്കാൻ കഴിയും. അതിൻ്റെ ഫലമായാണ് അത്തം തൊട്ട് ഓണം വരെ 10 ദിവസവും തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി ആവശ്യക്കാർക്ക് കൊടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടെ ഇവിടെ ഇത്തരമൊരു സ്റ്റോളുകൾ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്.
ഇത് വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ്. ഇതിന് നേതൃത്വം നൽകിയവർ, ഇതിൻ്റെ ഭാഗമായവർ, ഇതിനെ നല്ലതുപോലെ അംഗീകരിക്കുന്നവർ, അവരെയെല്ലാം ഈ ഘട്ടത്തിൽ ആർദ്രമായി അഭിനന്ദിക്കട്ടെ. പച്ചക്കറിയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടലാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിനുതകുന്ന നടപടികളിലേക്ക് സർക്കാർ നീങ്ങുകയാണ്. നേരത്തെ തന്നെ പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കും എന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരസ്യപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചിരുന്നു. ആ വഴിക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി വ്യക്തികളെന്ന നിലക്ക് കൃഷിക്കാരും നമ്മുടെ നാട്ടിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സഹകരണ സംഘങ്ങളും കുടുംബശ്രീയും മറ്റൊട്ടേറെ സംവിധാനങ്ങളും ഈ രംഗത്ത് വലിയ സംഭാവന നൽകാനാണ് പോകുന്നത്. മൂർത്തമായ ഒരു പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ രൂപം നൽകുകയും സർക്കാരിൻ്റെ പ്രവർത്തനം ആരംഭിച്ച് 100 ദിവസം തികയുന്നതിൻ്റെ ഭാഗമായി 100ാമത്തെ ദിവസമല്ലെങ്കിലും ഇന്നലെ ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തിയിരുന്നു. അതിലൊന്നാണ് ഹരിത കേരളം പദ്ധതി. ആ ഹരിത കേരളം പദ്ധതിയുടെ ഏറ്റവും പ്രധാന ഉന്നം നമ്മുടെ നാടിനെ വൃത്തിയുള്ള നാടാക്കി മാറ്റുക എന്നുള്ളതാണ്. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതോടൊപ്പം നമ്മുടെ നാടിൻ്റെ കാർഷിക രീതി പ്രത്യേകമായി തന്നെ ഉന്നം വെക്കുന്നുണ്ട്. പച്ചക്കറി രംഗത്ത് ജൈവ പച്ചക്കറി പ്രോത്സാഹിപ്പിക്കും, ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കും. ഇതാണ് സംസ്ഥാനത്ത് സ്വീകരിക്കാൻ പോകുന്ന നടപടി. ചില പ്രത്യേക മേഖലകളിൽ വലിയ തോതിൽ തന്നെ കൃഷി അഭിവൃദ്ധിപ്പെടുത്താൻ നമുക്ക് കഴിയും. എല്ലാ രംഗത്തും ഉൽപാദനം പരമാവധി വർദ്ധിപ്പിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. പച്ചക്കറിയുടെ കാര്യത്തിൽ സംശയം വേണ്ട. നമ്മുടെ നാടിനാവശ്യമായ പച്ചക്കറി മാത്രമല്ല, ആവശ്യത്തിൽ കവിഞ്ഞ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുകയും അത് പുറത്തേക്ക് കയറ്റി അയക്കുകയും ചെയ്യുന്ന നിലയിലേക്ക് എത്താനാവും. ഇതാണ് സർക്കാർ ലക്ഷ്യപ്പെടുത്തുന്നത്. അതിനുതകുന്ന രീതിയിൽ പ്രവർത്തനം വ്യാപിപ്പിക്കാനാണ് സർക്കാർ തയ്യാറാകുന്നത്. നമ്മുടെ കൃഷി വകുപ്പ് ഫലപ്രദമായ ഒട്ടേറെ നടപടികൾ ഇതിനകം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൂട്ടായ ഒരു സംരംഭത്തിലൂടെ കൃഷി വലിയ തോതിൽ വ്യാപിപ്പിക്കുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷാംശമില്ലാതിരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. രോഗം വന്നാൽ ചികിത്സിക്കുന്നവരാണ് നമ്മൾ. ആ ചികിത്സാ സംവിധാനം
സർക്കാർ വലിയ തോതിൽ ഒരുക്കുന്നുണ്ട്. രോഗത്തിനിരയാകുന്നവര് വലിയ തോതിൽ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കേണ്ടിയും വരുന്നു. പല പകർച്ചവ്യാധികളും നമുക്ക് തടയാൻ കഴിഞ്ഞിട്ടുണ്ട്, ഇല്ലാതെ തന്നെയായിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ ജീവിതശൈലി രോഗങ്ങൾ വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. ജീവിതശൈലി രോഗങ്ങളുടെ പട്ടികയിൽ മാരകമായ രോഗങ്ങളുമുണ്ട്. ജീവിതശൈലി നന്നായി എന്തുകൊണ്ട് മാത്രം രോഗം വരാതിരിക്കും എന്നതിന് ഉറപ്പില്ല. അതാണ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന്റെ പ്രത്യേകത. അപ്പൊ ജീവിതശൈലി തകരാറായവരുടെ കാര്യം പറയാനില്ല. ജീവിതശൈലി ഉത്തമമായ രീതിയിൽ കൊണ്ടുപോകുന്നവർക്ക് രോഗം എങ്ങനെയാണ് പിടിപെടുന്നത്? നാം ഈ പൊതുസമൂഹത്തിനുള്ള ഉൽപ്പന്നങ്ങളാണല്ലോ വാങ്ങുന്നത്. ഇപ്പൊ ജീവിതകാലം മുഴുവൻ പച്ചക്കറി കഴിച്ചാണ്, പുകവലിയില്ല, മദ്യപാനമില്ല, ഏതെങ്കിലും തരത്തിൽ ജീവിതശൈലിയിൽ എന്തെങ്കിലും ഒരു അപാകത പറ്റി എന്ന് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. പക്ഷേ മാരകമായ രോഗത്തിനടിപ്പെടുന്നു. അതിനെന്താ കാരണം? അതിന് കാരണം നാം കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ്. നല്ലതാണെന്ന് കരുതി നമ്മൾ വാങ്ങി കഴിക്കുന്ന പച്ചക്കറി, അതില് സകലമാന വിഷവും അടങ്ങുകയാണ്. ഇത് നമ്മുടെ ശരീരത്തിലെത്തിയാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം പലതരത്തിലുള്ള മാരക രോഗങ്ങളായി പ്രത്യക്ഷപ്പെടുകയാണ്. ഇത് അത്യപൂർവ കേസാണ് ഞാൻ ഈ പറയുന്ന ഗണത്തിൽപ്പെട്ടത്. എന്നാൽ മറ്റതാണ് ഏറ്റവും കൂടുതൽ. ജീവിതശൈലി ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ പലതരത്തിലുള്ള രോഗങ്ങൾക്കിടയാക്കുകയാണ്. അപ്പോൾ കഴിക്കുന്ന ഭക്ഷണം ഏറ്റവും ഉത്തമമായിരിക്കുക, ആരോഗ്യപ്രദമായിരിക്കുക എന്ത് ഏറ്റവും പ്രധാനമാണ്. ഇക്കാര്യത്തിൽ ബോധവൽക്കരണം മാത്രം പോരാ. സർക്കാർ നേരത്തെ തന്നെ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായ പരിശോധന വേണം. പരിശോധനയിലൂടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഒന്നും അനുവദിക്കാൻ പാടില്ല. അങ്ങനെയുണ്ടെങ്കിൽ കർക്കശമായ നടപടികളിലേക്ക് നീങ്ങണം. അത് പൂർണ്ണതയിലെത്തിയത് ഇപ്പോഴും പറയാനാവില്ല. എന്നാൽ ഫലപ്രദമായ നീക്കം അതിൽ ഉണ്ടാക്കാൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതൊരു ഭാഗമാണ്. പക്ഷേ കാർഷിക രംഗത്ത് നാം ഒരു വലിയ സംസ്കാരം വളർത്തിയെടുത്താൽ ഏറെക്കുറെ നമുക്ക് വേണ്ടതെല്ലാം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അരിയുടെ കാര്യത്തിൽ കുറച്ച് കുറവുണ്ടാകും. എന്നാൽ മറ്റെല്ലാം നമുക്ക് ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അതിന് പറ്റിയ മണ്ണാണ് നമ്മുടേത്. പച്ചക്കറിക്കൊന്നും ആരെയും ആശ്രയിക്കേണ്ടി വരില്ല. ഇവിടെ ഇപ്പോ നമ്മുടെ കേരളത്തിലെ അതിവേഗതയിൽ വികാസം പ്രാപിക്കുന്ന ഒരു നഗരമാണല്ലോ എറണാകുളം. പലയിടത്തും ഉയർന്നുകൊണ്ടിരിക്കുന്ന ഫ്ലാറ്റുകൾ. അപ്പോൾ ഫ്ലാറ്റുകളായാലും മറ്റ് കെട്ടിടങ്ങളായാലും അവിടങ്ങളിൽ എങ്ങനെ ഒരു കുടുംബത്തിന് ആവശ്യമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാം, അതിലേക്കാണ്
ഇവിടെ ഒരു ശ്രമം ആരംഭിച്ചത്. നല്ല പ്രതികരണമാണ് പൊതുവെ ഉണ്ടായത്. പലരും അതുമായി സഹകരിക്കാൻ തയ്യാറായി. നല്ല തോതിൽ വിളവെടുക്കാനും അവർക്ക് കഴിഞ്ഞു. വീട്ടിലേക്ക് ആവശ്യമുള്ള അത്യാവശ്യ സാധനങ്ങൾ അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന നിലയാണ് വന്നു ചേർന്നിട്ടുള്ളത്. ഇത് കൂടുതൽ മെച്ചപ്പെട്ടു എന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു പൊതു സംവിധാനം ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇപ്പൊ പ്രദർശിപ്പിച്ചിട്ടുള്ള വിൽപ്പനക്ക് വെച്ചിട്ടുള്ള സാധനങ്ങൾക്ക് പുറമെ ഇനിയും സാധനങ്ങൾ വെക്കാനുണ്ട് എന്നുള്ളതാണ് ലോറിയിലൊക്കെ സാധനം കെട്ടിക്കിടക്കുന്നത് കാണിക്കുന്നത്. അപ്പോ നല്ല രീതിയിൽ ഈ മാർഗം മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും സഹകരിക്കണം. നമ്മൾ ഓരോരുത്തരുടെയും ആരോഗ്യത്തിനത് ആവശ്യമാണ്. ആരോഗ്യപ്രദമായ ഒരു സമൂഹം വാർത്തെടുക്കുന്നതിനും ഇത്തരത്തിലൊരു ഭക്ഷണ രീതി നമുക്ക് സ്വീകരിക്കാൻ കഴിയേണ്ടതുണ്ട്. അതിനല്പം മെനക്കെട്ടാൽ നമുക്കെല്ലാവർക്കും പങ്കാളിയാകാൻ പറ്റും. അതിൻ്റെ ഒരു ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു ശാലയാണ് ഇപ്പോൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നിറഞ്ഞ സന്തോഷത്തോടെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദം. CPM-ന്റെ ജൈവ കാർഷിക വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPM-ന്റെ ജൈവ കാർഷിക വിപണന കേന്ദ്രം കൊച്ചിയിൽ, അതിൽ ആഷിഖ് അബു സംസാരിക്കുകയാണ് തത്സമയം. ജില്ലയിലും സംസ്ഥാനം ഒട്ടാകെയും നമുക്ക് നഷ്ടപ്പെട്ടു പോയ ജൈവ സമ്പത്തും മറ്റും ആരോഗ്യ ജീവിതവും ഒക്കെ തിരിച്ചു പിടിക്കുന്ന കാര്യങ്ങൾക്കായുള്ള പ്രവർത്തനം വളരെ സജീവമായി നടക്കുകയാണ്. ഈ വർഷവും വളരെ വിപുലമായ രീതിയിൽ കേരളത്തിൽ അങ്ങോളമുള്ള ജൈവ കർഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ മേളകളാണ് നടക്കുന്നത്. വലിയ ജനകീയ മുന്നേറ്റം തന്നെയാണത്. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. അതിലേറെ സന്തോഷം നിശ്ചയിച്ച സമയത്തിനേക്കാൾ 10 മിനിറ്റ് മുമ്പ് മുഖ്യമന്ത്രിയുടെ പരിപാടി തുടങ്ങുന്നു എന്നുള്ളതാണ്. ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ഓണക്കാലത്ത് പച്ചക്കറി വാങ്ങാനായി വൻവില നൽകേണ്ട. വിപണിയിലെ സർക്കാർ ഇടപെടൽ കാര്യക്ഷമമായതോടെ പച്ചക്കറി വില ഗണ്യമായി കുറഞ്ഞു. സംസ്ഥാനത്ത് പച്ചക്കറി ഉൽപ്പാദനം കൂടിയതും വില കുറയാൻ കാരണമായിട്ടുണ്ട്.